വെൽക്കം ബാക്ക് ടു മൈ ഇൻസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ ഏഗൻ വാല്യൂസ് പഠിച്ചു, ഏഗൻ വെക്റ്റേഴ്സ് നോക്കി അല്ലേ. നമുക്കിന്ന് ഡയഗണലൈസേഷൻ ഓഫ് സിമ്മെട്രിക് മെട്രിക്സ് നോക്കാം. എന്നാൽ കൂടുതലും ചോദിക്കുന്നത് സിമ്മെട്രിക് ആണ്. നമുക്കിന്ന് അത് നോക്കാം. ഓക്കെ, ഇവിടെ സിമ്മെട്രിക് ഇത് അതിനു മുമ്പ് ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. നിങ്ങളുടെ കമൻറ്റും എഴുതുക, അറിയിക്കുക. ഓക്കെ, സിമ്മെട്രിക് മെട്രിക്സ്. സിമ്മെട്രിക് എന്ന് പറഞ്ഞാൽ എന്താ? എ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു എ. 3 - 2 0 -2 3 0 0 0 5. നമ്മൾ ഫസ്റ്റ് എന്തെഴുതണം? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ഡിറ്റർമിനന്റ് a - lambda I is equal to 0. Three minus lambda -2 0 -2 3 minus lambda 0 0 5 minus lambda. നമുക്ക് അന്ന് ഞാൻ പറഞ്ഞ ആ മെത്തേഡിൽ തന്നെ നമുക്ക് ഇക്വേഷൻ കണ്ടുപിടിക്കാം. ലാംഡ ക്യൂബ് മൈനസ് d1 ലാംഡ സ്ക്വയർ പ്ലസ് d2 ലാംഡ മൈനസ് d3 0. ഇപ്പോൾ d1 എന്ന് പറയുന്നത് സം ഓഫ് ദ ഡയഗണൽ എലിമെൻറ്റ്സ്. ഓക്കെ, 3 + 3 + 5 3 + 3 + 5. ഇനി d2 എന്ന് പറയുന്നത് നമ്മൾ ഈ ഓരോ ഡയഗണൽ എലിമെൻ്റ് ഉണ്ടല്ലോ 3 3 5, അതിൽ ഓരോ നമ്പറിൻ്റെയും മൈനർ എടുത്തിട്ട് നമ്മൾ ആഡ് ചെയ്യണം. മൈനർ ഓഫ് 3 എന്തുവരും? ഈ റോയും ഈ കോളവും ഡിലീറ്റ് ചെയ്യുക. 3 × 5 15. ഇനി സെക്കൻഡ് റോ സെക്കൻഡ് കോളം മൈനർ ഓഫ് 3 3 × 5 15 -0 15. ഇനി ലാസ്റ്റ് മൈനർ ഓഫ് 5 9 - 4 5 35. ഇനി d3 എന്ന് പറയുന്നത് വാല്യൂ ഓഫ് ദ ഡിറ്റർമിനന്റ്. 3 × 15 -2. ഇവിടെ എന്തരും? +2. സെക്കൻഡ് കോളം ഫസ്റ്റ് റോ ഡിലീറ്റ് ചെയ്യുമ്പോൾ -10. 45 - 20 20. നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? ലാംഡ ക്യൂബ് മൈനസ് 11 ലാംഡ സ്ക്വയർ പ്ലസ് 35 ലാംഡ -25 ഈസ് ഈക്വൽ ടു 0. ഇനി നമുക്ക് ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ ഓരോ ചെറിയ വാല്യൂ കൊടുക്കുക. ഇപ്പോൾ ആദ്യം നമുക്ക് എപ്പോഴും 1 കൊടുക്കുക, അല്ലെങ്കിൽ -1 നോക്കാം. 1 കൊടുത്താൽ നമുക്കറിയാലോ 1 + 35 6, -11 -25 -36. ലാംഡ 1 വരുമ്പോൾ 1 - 11 + 35 -25 ഈസ് ഈക്വൽ ടു 0. ലാംഡ എത്ര കിട്ടും? 1 കിട്ടി അല്ലേ. ഇനി നമുക്ക് ഡിവൈഡ് ചെയ്യാം. ലാംഡ ക്യൂബ് അതിൻ്റെ കോഎഫിഷ്യൻ്റ് എഴുതിയാൽ മതി. 1 - 11 + 35 -25 1 0. 1 × 1 1 -10 -10 + 25 1 × 25 20. ആദ്യം നമ്മൾ 1 കൊടുത്തു, അതിവിടെ എഴുതി. 1 ഇവിടെ 0 എഴുതുക. 1 + 0 1 1 × 1 -10 ആഡ്. നോക്കി ഇതെങ്ങനെ തുടങ്ങാം? ലാംഡ സ്ക്വയർ -10 ലാംഡ + 25 0. ഇതേതാ? a സ്ക്വയർ -2ab + b സ്ക്വയർ. lambda minus 5 the whole square, that is lambda is equal to 5.
5,5. ഏഗൻ വാല്യൂസ് ഏതൊക്കെ കിട്ടി? ലാംഡ = 1, 5, 5. നമുക്ക് ഡിറ്റർമിൻ്റ് A - ലാംഡ ഇവിടെ നിന്ന് എഴുതി വയ്ക്കാം. നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് വെക്ടർ കാണാം. ഡിറ്റർമിൻ്റ് A - ലാംഡ = 3 - ലാംഡ -2, 0, -2, 3 - ലാംഡ 0, 0, 0, 5 - ലാംഡ. ആദ്യം നമുക്ക് ലാംഡ 1 കൊടുക്കാം. A - ലാംഡ I, 1 × I × x = 0. ഇവിടെ എന്ത് വരും? ലാംഡ 1 കൊടുത്താൽ 3 - 1, 2 - 1, 0, -2, 2, 0, 0, 0, 4. Y, Z. ഓക്കെ. ഇനി നമുക്ക് ഈ നമ്പർ വെച്ചിട്ട് ഇത് 0 ആക്കാം. R2 to നമുക്ക് റാങ്ക് വേണമല്ലോ. R2 + R1. 2 - 2, 0, -2 + 2, 0, 2 + -2, 0, 0 + 0, 0. ഇത് R3 വേണമെങ്കിൽ നമുക്ക് R3 × 1/4. ഇനി ഇതിപ്പോൾ 1 ആക്കിയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. 0, 0, 1. ഇനി നമുക്ക് ഇൻ്റർചേഞ്ചിങ് R3 ആൻഡ് R2. അതവിടെ ഇരിക്കട്ടെ. നമുക്കിനി ലാംഡ 5 ഒക്കെ കൊടുക്കണമല്ലോ. അപ്പം R3 to R2. 2 - 2, 0, 0, 0, 1, 0, 0, 0. X, Y, Z. നമുക്ക് നമ്പർ ഓഫ് നോൺ സീറോ റോസ് എത്ര കിട്ടി? 2. ബട്ട് നമ്പർ ഓഫ് വേരിയബിൾസ് ഈസ് 3. റാങ്ക് എത്രയാണ് ഇവിടെ? 2. 3 - 2, 1 വേരിയബിൾ നമുക്ക് ആർബിട്രറി വാല്യൂ ചൂസ് ചെയ്യാം. റാങ്ക് = 2. ഇവിടെ 0x + 0y + z. z 0 നമുക്ക് കിട്ടി. ഇനി 2x - 2y അല്ലെങ്കിൽ 2 വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ x - y 0, x = y. നമുക്ക് ഒരു വേരിയബിൾ ആർബിട്രറി വാല്യൂ ചൂസ് ചെയ്യാം. വി ക്യാൻ ചൂസ് 1 വാല്യൂ. y നമ്മൾ 1 കൊടുത്താൽ x എത്ര കിട്ടും? 1. സോ ഏഗൻ വെക്റ്റർ കറസ്പോണ്ടിങ് ടു ലാംഡ = 1, 1, 1. y 1 ആണെങ്കിൽ x 1, z 0. അപ്പോൾ ലാംഡ 1 ആകുമ്പോഴുള്ള വെക്റ്ററാണിത്. ഇനി നമുക്ക് ലാംഡ 5 നോക്കാം. ലാംഡ = 5. 3 - 5, -2, -2, 0, -2, 0, 0, 0, 0. നമുക്ക് R2 to R2 - R1. ഇതെന്തായാലും നമുക്ക് ലാസ്റ്റ് റോ ആദ്യമേ തന്നെ 0 കിട്ടി. ഇവിടെ നമുക്ക് -2, -2 അല്ലേ? -2 വെച്ചിട്ട് വേണം x + 1 × x + 1 × y 0. ഇവിടെ റാങ്ക് എത്രയാണ്? 1 ആണ് അല്ലേ? എത്ര വേരിയബിളിന് ആർബിട്രറി വാല്യൂ ചൂസ് ചെയ്യാം? 3 - 1, 2. റാങ്ക് 1. വി ക്യാൻ ചൂസ് 2 വാല്യൂസ് ഫോർ 2 ആർബിട്രറി വാല്യൂ. ഇവിടെ z നോക്ക്. z നമുക്ക് s ആയിട്ട് എടുക്കാം, y t ആയിട്ട് കൊടുക്കാം. അപ്പോൾ y t ആണെങ്കിൽ x എങ്ങനെ മാറും? -t. നമുക്കൊരു ഇതെങ്ങനെ കൊടുക്കാം? ചെറിയ നമ്പർ കൊടുക്കാം നമുക്ക്. അപ്പോൾ ഇവിടെ s ന് 0 ആണ് കൊടുക്കുന്നത്. t 1 കൊടുക്കുകയാണെങ്കിൽ
ലാംഡ ഇസ് ഈക്വൽ ടു 5. 1 ഏഗൻ വെക്ടർ എങ്ങനെ എഴുതാം? ഞാൻ എസ് 0 കൊടുത്തു, T1 കൊടുത്ത x -1 y1. ഇനി നമുക്ക് ഒരു 5 കൂടെ ഉണ്ടല്ലോ, ലാംഡ 5. ഇനി തിരിച്ച് നമുക്ക് എസ്സിന്, ഇപ്പം നമ്മളിവിടെ എസ്സിന് 0 കൊടുത്തു. നമുക്ക് ടി ആണ് 0 കൊടുക്കുന്നെങ്കിൽ 0 0, എസ്സിന് നമുക്ക് 1 കൊടുക്കാം, Z 1 കിട്ടും. ദിസിൻ്റെ 0 പ്ലസ് ദിസിൻ്റെ 0 പ്ലസ് ദിസിൻ്റെ 0 ആയിരിക്കും. അത് ഇൻഡിപെൻഡൻറ്റ് വെക്റ്റേഴ്സ് ആയിരിക്കും. ലാംഡ 5 രണ്ടെണ്ണം കിട്ടി. ഇനി നമുക്ക് മെട്രിക്സ്, ഏഗൻ വെക്റ്റേഴ്സിൻ്റെ മെട്രിക്സ് ഒന്ന് എഴുതാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മോഡൽ മെട്രിക്സ് കാണാം. 1 ആയിരുന്നപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1 1 0, -1 1 0, 0 0 1. നമുക്കിത് ലാംഡ ഇസ് ഈക്വൽ ടു 1, ലാംഡ ഇസ് ഈക്വൽ ടു 5, ലാംഡ ഇസ് ഈക്വൽ ടു 5. അപ്പം നമുക്ക് അവസാനം എങ്ങനെ കിട്ടണം? 1 0 0 0 5 0 0 0 5. മോഡൽ മെട്രിക്സ് P. One by root of 1 square plus 1 square plus 0 square, that is 1 by root 2, 1 by root 2 0, minus 1 by root 2, 1 by root 2 0, 0 0 1. ആദ്യം നമുക്ക് പി ഡാഷ് എ പി ആണ്. പി ഡാഷ് മീൻസ് പി ട്രാൻസ്പോസ്. ആദ്യം നമുക്ക് എ പി കാണാം. എ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ തുടങ്ങിയ മെട്രിക്സ് 3 -2 0 -2 3 0 0 0 5. ഈ മെട്രിക്സ് 1 by root 2 minus 1 by root 2 0, 1 by root 2 1 by root 2 0 0 0 1. 3 into 1 by root 2 minus 2 into 1 by root 2. 1 by root 2. 3 into minus 1 by root 2 minus 2 into 1 by root 2 minus 5 by root 2. 3 into 0 0 0 0. Minus 2 into 1 by root 2 plus 3 into 1 by root 2. Minus 2 plus 3. Minus 2 into minus plus 3 into 1 by root 3 plus 2. Minus 2 into 0, 3 into 0 0. 0 0 0. 0 into 0, 5 into 0 0. 0 into 0, 0 into 0, 5 into 1. ഇനി നമുക്ക് പി ട്രാൻസ്പോസ് വേണം അല്ലേ? പി ട്രാൻസ്പോസ് ഇൻറ്റു എ പി. ഇവിടെ പി ടി അങ്ങനെ ഇടാം കേട്ടോ. പി ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ പി ഏതൊക്കെയായിരുന്നു? വൺ ബൈ റൂട്ട് 2. പി ഞാൻ വായിച്ചു. പി ഞാനിങ്ങോട്ടൊന്ന് എഴുതിക്കോട്ടെ. പി 1 by root 2 1 by root 2 0 minus 1 by root 2 1 by root 2 0 0 0 1. ഇതിൻ്റെ ട്രാൻസ്പോസ് ആയിരുന്നു അല്ലേ? 1 by root 2 minus 1 by root 2 0. സെക്കൻഡ് റോ സെക്കൻഡ് കോളം ആകും. 1 by root 2 1 by root 2 1 0 0 1. One by root 2 minus 5 by root 2 0
1/√2 5/√2 0 0 0 5 1/√2 into 1/√2 1/2 1/2 plus 1/2 plus 0 1 minus 5/√2 minus 5/2 plus 5/2 plus 0 0 0 0 0 minus 1/√2 into minus 1/2 plus 1/2 plus 0 minus 1/√2 into minus 5/2 plus 5/2 plus 0 that is 5 0 0 0 0 into 1 1 into this അടുത്തത് 0 into 1/√2 plus 1 into 1/√2 plus 1 into 0 ഇവിടെ സൈൻ തെറ്റിയോ? സോറി 1 minute 0 0 5 0 ആണ്, സോറി തെറ്റിപ്പോയി. ഇത് 0 ആയിരുന്നു എഴുതിയത് മാറ്റി. 0 0 0 0 into this 0 into this 1 into 0 0 0 0 1 into 5. അപ്പോൾ ഇവിടെ നോക്കിയേ, നമ്മൾ 1 5 5 അതിനനുസരിച്ചാണ് എടുത്തത്. നമുക്ക് കിട്ടിയ ആ ഏഗൻ വാല്യൂസ് ആയിരിക്കും ഈ ഡയഗണൽ. അതാണ് ഡയഗണലൈസ് ദ മാട്രിക്സ്. ഓക്കെ, നിങ്ങളെല്ലാവരും ചെയ്ത് പഠിക്കുക. നെക്സ്റ്റ് വീഡിയോ വേറെ ടോപ്പിക്കായിട്ടും വരാം. ഓക്കെ, നിങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ അത് കമൻ്റ് ഇടുക. ഏതെങ്കിലും സ്പെഷ്യൽ ചാപ്റ്റേഴ്സ് ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് കമൻ്റ് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു.